അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ മർഹബ ഹജ്ജ് സംഘം അറഫയിലാണുള്ളത്. അറഫയിൽ ഹജ്ജിൻ്റെ സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ബസ്സുകളൊന്നും അറഫയുടെ ജബലുർ റഹ്മയുടെ അടുത്തേക്ക് അടുക്കാൻ അനുവദിക്കണില്ല. അതുകൊണ്ട് ജബലുർ റഹ്മയുടെ കുറച്ച് അകലെയാണ് നമ്മൾ നിൽക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൽ ചെയ്ത ഏക ഹജ്ജാണ് ഹജ്ജത്തുൽ വദാ. ആ ഹജ്ജത്തുൽ വദായിൽ ഹബീബായ തങ്ങൾ നിന്ന സ്ഥലമാണ് ഈ അറഫയിലെ ഈ ജബലുർ റഹ്മ. ഈ കാണുന്ന അങ്ങകലെ കാണുന്ന ഈ ചെറിയ കുന്ന്, ആ വലിയ മലയല്ല, ഈ കുന്ന ജബലുർ റഹ്മയാണ്. ആ ഒരു സ്തൂപൊക്കെ കാണുന്നത്. അപ്പോൾ അവിടെയാണ്, അതിൻ്റെ താഴ്വരയിലാണ് ഹബീബായ നബി തങ്ങൾ അറഫയിൽ നിന്നത്. അവിടെ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളും സ്ത്രീകളുടെ പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിറങ്ങുകയും മുസ്ലിം ലോകം സന്തോഷിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ വളരെ വേദനയോടെ പൊട്ടിക്കരഞ്ഞത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളായിരുന്നു. ഇസ്ലാമിൻ്റെ വളർച്ച പൂർത്തിയായത് നബി തങ്ങളുടെ വഫാത്തിൻ്റെ സൂചനയായിരുന്നു എന്നതും ഏതൊന്നിൻ്റെയും വളർച്ചയ്ക്ക് ശേഷം അതിൻ്റെ തളർച്ചയുടെ ആരംഭമാണെന്നും ഹബീബായ തങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിറങ്ങി ഹബീബായ തങ്ങൾ തൻ്റെ അവസാന വിടവാകൽ പ്രസംഗം നടത്തിയ ജബലുർ റഹ്മ തൊട്ട് മുന്നെയാണുള്ളത്. അറഫയിലാണിപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇക്കൊല്ലത്തെ ഹജ്ജിന് ലക്ഷ്യമാക്കി വന്ന മുഴുവൻ ആളുകൾക്കും അറഫയിൽ വരാനും ഹജ്ജ് ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആസന്നമായ ഭാവിയിൽ തന്നെ പരിശുദ്ധമായ അറഫ മൈതാനിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ റഹ്മത്തിക യാ റഹ്മാൻ.